എല്ലാവർക്കും GK ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ, പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കാൻ പോകുന്ന നിർണായക നീക്കത്തെക്കുറിച്ചാണ്. നമ്മുടെ ആധുനിക യുദ്ധവിമാനമായ റഫാൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് നൽകുന്ന ഉത്തേജനം ചെറുതല്ല. രാജ്യത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിത്. ഫ്രഞ്ച് എയ്റോസ്പേസ് ഭീമനായ ഡാസോ ഏവിയേഷനും നമ്മുടെ ടാറ്റ ഗ്രൂപ്പും തമ്മിലുള്ള കരാറാണ് ഈ ചരിത്രപരമായ നീക്കത്തിന് പിന്നിൽ. വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഭാഗങ്ങൾ ഇനി നമ്മുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. വിമാനങ്ങളെപ്പോലെ സങ്കീർണമായ യന്ത്രങ്ങളുടെ നിർമ്മാണം ഒരു രാജ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുമൊരു നിർമ്മാണം മാത്രമല്ല, മറ്റു നിക്ഷേപങ്ങളെയും സാങ്കേതിക പങ്കാളിത്തങ്ങളെയും ആകർഷിക്കുന്ന ഒരു വാതിൽ കൂടിയാണ് ഇതുവഴി തുറക്കുന്നത്. ആയുധങ്ങളുടെ കാര്യവും സമാനമാണ്. ഇവയുടെ നിർമ്മാണം അത്ര എളുപ്പമല്ല. പക്ഷേ ഈ മേഖലയിൽ നാം വൈദഗ്ധ്യം നേടിയാൽ അത് വൻ നിക്ഷേപങ്ങളെയാണ് ആകർഷിക്കുക. മേക്ക് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഈ ലക്ഷ്യത്തിനായി ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ പ്രതിരോധ എയ്റോസ്പേസ് സ്ഥാപനങ്ങളോട് ഇന്ത്യയിൽ ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ജാവലിൻ മിസൈലുകളുടെ സഹനിർമ്മാണവും സ്ട്രൈക്കർ കോമ്പാറ്റ് വാഹനങ്ങളുടെ നിർമ്മാണവും ഉൾപ്പെടെ നിരവധി വലിയ പദ്ധതികൾ പരിഗണനയിലാണ്. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. ജാവലിൻ മിസൈൽ പദ്ധതി തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. രാത്തിയോണും ലോക്ഹീഡ് മാർട്ടിനും ചേർന്ന് നിർമ്മിക്കുന്ന ഈ മിസൈലിൻ്റെ കാര്യത്തിൽ 2020 ഭാരത് ഡൈനാമിക്സുമായി കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ കമ്പനികൾ പലപ്പോഴും പ്രൊഡക്ഷൻ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പ്രധാന കാരണം അമേരിക്കയുടെ രാഷ്ട്രീയവും അവരുടെ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതിലെ വലിയ സൂക്ഷ്മതയുമാണ്. എന്നാൽ ഫ്രാൻസും റഷ്യയും ഇക്കാര്യത്തിൽ കൂടുതൽ തുറന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. റഷ്യ തങ്ങളുടെ അത്യാധുനിക Su-57 ജെറ്റുകൾ ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറാണെന്നും പ്രാദേശിക ഉൽപ്പാദനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ കമ്പോള ശക്തി ഉപയോഗിച്ച് ഇത്തരം ഡീലുകൾ ഉറപ്പിക്കാൻ കഴിയും. ഓർക്കുക, ലോകത്തിലെ 2ാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരാണ് നമ്മൾ. ആഗോള ആയുധ ഇറക്കുമതിയുടെ 8.3% നമ്മുടെ വീതമാണ്. ഇത് നമുക്ക് വലിയ വിലപേശൽ ശക്തി നൽകുന്നതാണ്.